ഷീല സണ്ണി വ്യാജ ലഹരി കേസിൽ പ്രതി എം.എൻ. നാരായണദാസിനെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. സർക്കാരിന്റെ അപ്പീലിലാണ് ഹൈക്കോടതി നടപടി. കസ്റ്റഡിയിൽ വിടേണ്ടെന്ന തൃശൂർ സെഷൻസ് കോടതി ഉത്തരവ് റദ്ദാക്കി. അഹമ്മദ് മുസ്തഫ ചേരുന്നു. മുസ്തഫ, എന്താണ് വ്യാജ ലഹരി കേസിൽ കോടതിയുടെ തീരുമാനം? ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ ഉൾപ്പെടുത്താൻ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് ഈ മുഖ്യപ്രതി എം നാരായണദാസിന്റെ കേസ്. ആ കേസിൽ നേരത്തെ പോലീസ് ഈ നാരായണദാസിനെ ദിവസങ്ങൾക്ക് ശേഷം പിന്നീട് അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. പക്ഷേ നാരായണദാസിനെ കസ്റ്റഡിയിൽ വേണമെന്ന് നേരത്തെ തന്നെ പോലീസ് തൃശൂർ സെഷൻസ് കോടതിക്ക് മുമ്പാകെ ഒരു ഹർജി നൽകിയിരുന്നു. പക്ഷേ അങ്ങനെ കസ്റ്റഡിയിൽ വിടേണ്ട എന്നുള്ളതായിരുന്നു ആ കോടതി ഉത്തരവ്. പ്രത്യേകിച്ച് അതിന്റെ നിയമവശങ്ങൾ നേരത്തെയുള്ള CRPC ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് ഇത്ര ദിവസം കഴിഞ്ഞാൽ പിന്നീട് കസ്റ്റഡിയിൽ വിടേണ്ടതില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ ഈ കേസിന്റെ മെറിറ്റ് തന്നെ വേറെയാണ്. മാത്രമല്ല, ഒരു നിരപരാധി 70-ലധികം ദിവസം ജയിലിൽ കിടന്ന ഒരു കേസ് കൂടിയാണ്. അങ്ങനെയുള്ള ഒരു കേസിൽ ഇപ്പോൾ പിടിയിലായിട്ടുള്ള ലിവിയ ഉൾപ്പെടെയുള്ള ആളുകളെ ചേർത്തിരുത്തി നാരായണദാസിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് പോലീസിന്റെ നിലപാട്. അതുകൊണ്ടാണ് തൃശൂർ സെഷൻസ് കോടതിയുടെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ സർക്കാർ തന്നെ നേരിട്ട് അപ്പീൽ പോയത്. ആ അപ്പീലിലാണ് ഇപ്പോൾ സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നത്. നാരായണദാസിനെ ഹാജരാക്കാൻ ഒരു പ്രൊട്ടക്ഷൻ വാറണ്ട് പുറപ്പെടുവിക്കും. അതുകൊണ്ട് രണ്ടാം പ്രതിയെ ലിവിയ ജോസിനൊപ്പം ഒരുമിച്ച് ചോദ്യം ചെയ്യാൻ പോലീസിന് അനുമതി നൽകിയിട്ടുണ്ട്. എന്തായാലും നാരായണദാസിന്റെ കസ്റ്റഡി ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു. ശരി, മൂസ.